അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ ഖൈരിൽ ബഷർ ലക്കൽ മുൽക്കു വഅലൈക തവക്കുൽ. ഇന്ന് സംസാരിക്കുന്നത് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വസ്തു തിരിച്ചു കിട്ടാനുള്ള കർമ്മത്തെക്കുറിച്ചാണ്. കളവുപോയ വസ്തു, ഇങ്ങനെ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ട വസ്തുക്കൾ ഏത് കർമ്മം ചെയ്താലാണ് തിരിച്ചു കിട്ടുക? മഹാനായ ഇമാം ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് ഒരു കർമ്മത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ കർമ്മം നാം ചെയ്തു കഴിഞ്ഞാൽ നമ്മിൽ നിന്ന് കളവ് പോയ വസ്തു അല്ലെങ്കിൽ വീണുപോയ വസ്തു, നഷ്ടപ്പെട്ട ഏത് രൂപത്തിലാണ് നഷ്ടപ്പെട്ടത്, ആ നഷ്ടപ്പെട്ട വസ്തു നമ്മിലേക്ക് തിരിച്ചെത്തും. ദഹ്ലവി ഇമാം പറയുന്നു, ഉദ്കുർ ഇസ്മല്ലാഹി യാ ഹഫീദ് മിഅത്തം വതിസ്അത അശറ. അള്ളാഹുവിൻ്റെ യാ ഹഫീദു എന്ന ഇസ്മിനെ 119 വട്ടം അവൻ ചെല്ലണം. അതിനോടുകൂടെ യാ ബുനയ്യ ഇന്നഹ ഇൻ തക്കു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സ്വഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. ലുക്മാൻ സൂറത്തിലെ 16-ാമത്തെ ആയത്താണ്. ഈ സൂറത്തിനെയും 119 വട്ടം ചെല്ലണം. അപ്പോൾ അള്ളാഹുവിൻ്റെ യാ ഹഫീദ് എന്ന ഇസ്മിനെ 119 വട്ടം ചൊല്ലുകയും ലുക്മാൻ സൂറത്തിലെ 16-ാമത്തെ ആയത്ത് യാ ബുനയ്യ എന്ന് തുടങ്ങുന്ന ആയത്ത്, ആ ആയത്തിനെ 119 വട്ടം ഓതണം. രണ്ടും ഒരേ എണ്ണത്തിൽ ഓതണം. എന്നാൽ യർജിഉ ഇലൈക അല്ലാഹു, നഷ്ടപ്പെട്ട വസ്തു നിന്നിലേക്ക് മടങ്ങിയെത്തുന്നതാണ്. ഇമാം ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണത്. ഈ അമലിനെ പരിചയപ്പെടുത്തുന്നത് ഇമാം ദൈറബി റഹ്മത്തുള്ളാഹി അലൈഹിയും അതുപോലെ തന്നെ ഇമാം ഷർജി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഫവായിദിലും ഇമാം ദഹ്ലവി റഹ്മത്തുള്ളാഹി അവരുടെ ഖൗലുൽ ജമീൽ എന്ന ഗ്രന്ഥത്തിലും ഈ കർമ്മത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഹഫീദ് എന്ന ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ ആയത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ നഷ്ടപ്പെട്ട വസ്തുക്കളെ നമ്മിലേക്ക് തിരിച്ചെത്തിച്ചു തരട്ടെ. ഇഹപര വിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.